തവനൂർ MLA ശ്രീ KT ജലീലാണ് നമ്മോടൊപ്പം ചേരുന്നത്. ജലീൽക്ക നാലാമതും തവനൂരിൽ അങ്ങ് മത്സരിക്കാൻ ഇറങ്ങുന്നു എന്ന വാർത്തകൾ പ്രചരിക്കുന്നതിനിടെയാണ് നമ്മൾ കാണുന്നത്. അതിലൊരു സ്ഥിരീകരണമായോ? ഇല്ല, പാർട്ടി മത്സരിക്കണം എന്നുള്ള നിലക്ക് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ നേരത്തെ വ്യക്തിപരമായിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നു. അപ്പം ഞാൻ എൻ്റെ കാര്യങ്ങളും പാർട്ടിയോട് പറഞ്ഞിട്ടുണ്ട്. അന്തിമമായി പാർട്ടി എന്താണോ പറയുന്നത് അതനുസരിച്ച് പ്രവർത്തിക്കും. മത്സരിക്കാൻ സജ്ജനായിട്ടുണ്ട് എന്തായാലും അല്ലേ? പാർട്ടി നിർദ്ദേശം അങ്ങനെയാണെങ്കിൽ അതിനിടെ വലിയ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. തവനൂർ സഹാക്കൾ എന്ന പേരിൽ സൈബർ പ്രചാരണങ്ങൾ പലത് അങ്ങേക്കെതിരെ നടക്കുന്നുണ്ട്. ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ അതൊക്കെ ഫേക്കായിട്ട് മറ്റൊരു തന്നെ ഉണ്ടാക്കുകയാണ്, എതിരാളികൾ തന്നെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമുക്കൊരു വാട്സപ്പ് കൂട്ടായ്മ ഒരു പേരിലുണ്ടാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്ന എതിർപ്പുകളാണ്. അതിനപ്പുറം ഒരു എതിർപ്പും ഞാൻ ഈ നിയോജക മണ്ഡലത്തിൻ്റെ എല്ലാ മുക്കുമൂലകളും സഞ്ചരിക്കുന്നയാളാണ്, എനിക്കറിയാവുന്നതാണ്. ഓരോ വ്യക്തികളെയും എന്ന പോലെ എനിക്ക് അറിയാം നേരിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു എതിർപ്പും ഉണ്ടാകാനുള്ള ഇടയില്ല. പാർട്ടി സഹാക്കൾ നേരിട്ട് വിളിച്ചിരുന്നു ഈ തീരുമാനം വന്നതിന് ശേഷം? പലരും വിളിച്ചിരുന്നു. തീരുമാനം വന്നിട്ടില്ലല്ലോ. അങ്ങ് വീണ്ടും മത്സരിക്കുന്ന സാഹചര്യത്തിൽ പാർട്ടിയുടെ ഒരു എന്താണ് പൊതുവെയുള്ളൊരു താഴെത്തട്ടത്തുള്ള റെസ്പോൺസ്? അല്ല, നമ്മൾ പാർട്ടി എന്താണോ തീരുമാനിക്കുന്നത് അതിനനുസരിച്ച് പാർട്ടിയുടെ മെഷീനറി ചലിക്കും. ഒറ്റക്കെട്ടായിട്ട് തന്നെ ഉണ്ടായിരിക്കും അല്ലേ? പാർട്ടിയുടെ തീരുമാനം വരട്ടെ. ജില്ലയിലെ ആദ്യമായിട്ടാണ് ഇടതുപക്ഷത്തൊരാൾ 4ാം തവണ മത്സരിക്കുന്നത്. 5ാം തവണ അല്ല, ഒരു മണ്ഡലത്തിൽ 4ാം തവണ. മറ്റേത് കുറ്റിപ്പുറമായിരുന്നല്ലോ. എങ്ങനെ കാണുന്നു ആ ഒരു ദൗത്യത്തെ? അതൊരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം മലപ്പുറം പോലുള്ളൊരു ജില്ലയിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയായി, മതേതര ചേരിയുടെ വക്താവായി 5ാമത്തെ തവണ മൊത്തത്തിലും ഒരു നിയോജക മണ്ഡലത്തിൽ തന്നെ 4ാം തവണയും മത്സരിക്കുക എന്ന് പറഞ്ഞാൽ, അതിനൊരു അവസരം പാർട്ടി ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അഭിമാനം തന്നെയാണ്. ഞാൻ മാറി നിൽക്കാമെന്ന് സ്വമേധയാ പറഞ്ഞിട്ട് പോലും പാർട്ടി വലിയൊരു ഉത്തരവാദിത്തം നമ്മളെ ഏൽപ്പിക്കുന്നു എങ്കിൽ നമ്മളിൽ പാർട്ടി അർപ്പിച്ചിട്ടുള്ള വിശ്വാസമാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. തീർച്ചയായിട്ടും അതിനനുസൃതമായിട്ട് പാർട്ടിക്ക് വേണ്ടിയും പ്രവർത്തിക്കാൻ, പ്രതിബദ്ധതാപൂർണമായി പ്രവർത്തിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. മറുവശത്ത് ആരാണ് സ്ഥാനാർത്ഥി എന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. പല പേരുകളും കേൾക്കുന്നുണ്ട്. VS ജോയുടെ കേൾക്കുന്നുണ്ട്, സന്ദീപ് വാര്യരെ കേൾക്കുന്നുണ്ട്, അജയ് മോഹൻ ശ്രമിക്കുന്നുണ്ട്. എങ്ങനെ കാണുന്നു ഇത്തവണത്തെ ഒരു മത്സര സാധ്യതകളെ? മത്സരം നല്ല മത്സരമാവുമല്ലോ. ജനാധിപത്യത്തിൽ നമ്മൾ എതിരാളികളെ ഒരു കാരണവശാലും താഴ്ത്തി കാണേണ്ട കാര്യമില്ല, ആരാണെന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മൾ നന്നായിട്ട് പ്രവർത്തിക്കുക. നമ്മൾ ഇക്കാലം അത്രയും എന്തൊക്കെയാണോ മണ്ഡലത്തിന് വേണ്ടി ചെയ്തത്, ജനങ്ങൾക്ക് വേണ്ടി ചെയ്തത്, ആ കാര്യങ്ങൾ അവർക്കറിയാം. എന്നാലും അവരെ അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് കരുതുന്നുണ്ടോ മണ്ഡലത്തിലും സംസ്ഥാനത്തും? അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകണമെങ്കിൽ ഏത് മേഖലയിലാണ് ഭരണപരാജയം ഉണ്ടായിട്ടുള്ളത്? വികാരമുണ്ടാകണമെങ്കിൽ, ഒരു എതിർവികാരം ഉണ്ടാകണമെങ്കിൽ ഏതെങ്കിലും ഒരു രംഗത്ത് മോശപ്പെട്ട ഒരു പ്രകടനം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം. ഏത് രംഗത്താണ്? വിദ്യാഭ്യാസ രംഗത്താണോ? ആരോഗ്യ മേഖലയിലാണോ? വ്യാവസായിക രംഗത്താണോ? പൊതുവികസനത്തിൻ്റെ കാര്യത്തിലാണോ? ഏത് എന്ന് പറയാൻ ആർക്കും പറ്റുന്നില്ല. ഒരു ഗവൺമെൻറ് ഭരിച്ച് അടുത്ത തെരഞ്ഞെടുപ്പിന് പോകുമ്പോൾ ഇങ്ങനെ എതിർവികാരമുണ്ടാകുമെന്നുള്ള ഒരു തോന്നൽ നമുക്ക് മുമ്പ് മുതൽക്കേ ഉണ്ട്. ആ ഒരു ട്രഡീഷണലായ തോന്നലിൻ്റെ വെളിച്ചത്തിൽ പറയുന്ന വാചകങ്ങളാണ് അതൊക്കെ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മണ്ഡലത്തിൽ അങ്ങേക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള വികാരമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഒരു വികാരമുള്ളതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടേ ഇല്ല. ഒന്നാമത് ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഏതാണ്ട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. മനുഷ്യസാധ്യമായ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ശുഭാപ്തി വിശ്വാസം എനിക്കുണ്ട്. പിന്നെ എന്നെ സമീപിക്കുന്ന ആളുകളെ ഒരിക്കലും ഞാൻ മടക്കി അയക്കാറില്ല. അവർക്ക് അപ്പം ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ അപ്പോൾ തന്നെ ആ കാര്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കും. കഴിഞ്ഞ തവണ കടുത്ത പോരാട്ടമായിരുന്നു. ഇത്തവണയും സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണെന്ന് കരുതുന്നോ? അല്ല, കഴിഞ്ഞ തവണ ഒരു പൊളിറ്റീഷ്യൻ ആയിരുന്നില്ലല്ലോ, ഒരു ജീവകാരുണ്യ പ്രവർത്തകൻ എന്നുള്ള പേരിലായിരുന്നല്ലോ വന്ന് മത്സരിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരായാലും നമ്മൾ നന്മകൾ ചെയ്യുക, ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുക, ഇതിൽ നിന്ന് എന്തെങ്കിലും സമ്പാദിക്കാൻ വേണ്ടി ശ്രമിക്കാതിരിക്കുക. അങ്ങനെ ആയാൽ ജനങ്ങൾ തീർച്ചയായിട്ടും നമ്മളുടെ കൂടെ ഏത് സമയത്തും ഉണ്ടാകും. എന്നാണെങ്കിലും ആത്മവിശ്വാസത്തോടെ തന്നെയാണ് KT ജലീൽ. പാർട്ടി നിർദ്ദേശം ലഭിച്ചാൽ അദ്ദേഹം അംഗത്തിന് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. തവനൂർ ഇത്തവണയും ഒപ്പം ഉണ്ടാകുമെന്ന ആത്മവിശ്വാസമാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. ജിഷാദ് വളാഞ്ചേരിക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.